കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളെ പറ്റിയാണ്. നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വടക്കേ നട, അതായത് ഗുരുവായൂർ അമ്പലത്തിൽ കയറി തൊഴുത് പുറത്തിറങ്ങുന്ന സ്ഥലം, നാലമ്പലത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥലം. പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ രണ്ട് കാര്യങ്ങൾ, സുപ്രധാന കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾ ശീവേലി സമയത്ത് വിളക്ക് ഉള്ള സമയം, അതായത് ചുറ്റുവിളക്കുള്ള സമയത്ത് ആ വടക്കേ നടയിൽ, അന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ആ വടക്കേ നടയിൽ ഒരു വലിയ നിലവിളക്ക് വയ്ക്കും. അതിന് തിരിയിടുന്നത് സാധാരണ നമ്മളെല്ലാ ഭാഗത്തും, വീട്ടിലായാലും അമ്പലങ്ങളിലായാലും എല്ലായിടത്തും കിഴക്ക് പടിഞ്ഞാറാണ് തിരിയിടൽ. പക്ഷേ ഇവിടെ അതിന് വിപരീതമായിട്ട് തെക്ക് വടക്കായിട്ടാണ് ആ രണ്ടും നാല് തിരിയിട്ട് കത്തിക്കുക. അത് വളരെ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ്. എന്താണെന്ന് പലരും ചോദിക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ആദ്യത്തേത്. അത് മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഇടയ്ക്ക, മദ്ദളം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ചെണ്ട, അതെല്ലാം നമ്മൾ ഇതാവുമ്പോൾ, ചെണ്ടയല്ല ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, കൊട്ടുമ്പോൾ രണ്ട് സൈഡിലേക്കാക്കിയിട്ടാണ് നമ്മൾ കൊട്ടുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരു അവരേനെ ഒരു ആദരിക്കുന്ന തരത്തിലാണ് ആ തിരിയിടുന്നത്. വാദ്യക്കാർക്കുള്ളൊരു ആദരവാണ് തിരിയിടലിലൂടെയും കത്തിക്കലിലൂടെയും അർത്ഥമാക്കുന്നത്. അത് വളരെ പ്രാധാന്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ശീവേലി സമയത്ത് പലരും ചോദിച്ചിരുന്ന കേട്ടോ, ശീവേലി സമയത്ത് അവിടെ വടക്കേ നടയിലെത്തുമ്പോൾ കുറച്ച് സമയം നിശബ്ദമാവും, വാദ്യഘോഷങ്ങളൊക്കെ നിശബ്ദമാവും. അതിൻ്റെ കാരണമാണ്, മുൻപ് നമ്മുടെ ശങ്കരാചാര്യർ വാനമാർഗം വരുമ്പോൾ, അന്നത്തെ ആളുകൾക്കൊക്കെ ദിവ്യ ആളുകളാണല്ലോ, അവർ ആകാശമാർഗം സഞ്ചരിക്കും. അപ്പോൾ അവർ വരുന്ന സമയത്ത് അദ്ദേഹം വീണു അവിടെ. ആ വീണ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മരണയ്ക്കായിട്ടാണ്. വീണ് കഴിഞ്ഞപ്പോൾ നമ്മൾ പലരും പറയുമോ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ, ചിലർ വീണ ചിരിക്കും, അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറയില്ലേ. പക്ഷേ ഇവിടെ വീണ ചിരിക്കുന്നൊന്നുമില്ല. അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടാണ് അവിടെ അതുമറ്റം കൊട്ടി വരുന്ന സമയത്ത് അവിടെ ആ കൊട്ട് നിർത്തി, എല്ലാ വാദ്യഘോഷങ്ങളും അവിടെ നിർത്തിയിട്ടാണ് പിന്നെ ഒരു കുറച്ച് സമയം, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നിർത്തിയതിന് ശേഷമാണ് അവിടുന്ന് തുടർന്ന് പോവുള്ളൂ. ഇത് രണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. പലരും ചോദിച്ചിരുന്നു അതെന്താണെന്ന്. അപ്പം അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. നമ്മൾ ആരുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും അതിനെ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ട് നമുക്കും അതിനെപ്പറ്റി അന്വേഷിക്കാം. ഏത് തലത്തിലായാലും അന്വേഷിച്ച് വിവരങ്ങൾ കൈമാറാം. അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ഈ അറിവ് എത്തട്ടെ. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.